ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ ഞാൻ ഒളിച്ചോടി എന്നുള്ള രീതിക്കായി, ഞാൻ പ്രൊമോഷന് പോയി ഒളിച്ചോടി എന്നുള്ള രീതിക്കായി. ഈ പറയുന്നവർ വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട്. ഞാൻ കൂട്ടുകാരിയുടെ കുറച്ച് കുൽസിതങ്ങൾ പറയാൻ പോവുകയാണ്. പക്ഷെ സഫയും ലല്ലുവും റെഡി ആയിരിക്കണം. ഞാൻ ഇടുന്ന കാര്യങ്ങൾ കാണാനും നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യണം. ഗർഭിണിയായിരിക്കും പോലെ ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്, മാരിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ ബുക്കിയിട്ട് അത്ര സഫയുടെ കൈ സഫ ചിലപ്പോൾ നാളുകളിൽ അല്ല എന്ന് പറയുമായിരിക്കാം. എനിക്ക് ഈ കൈ ഇവൻ കടിച്ചുണ്ടാക്കിയതാണ് എന്ന് സഫ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. മെഹനാസ് സഫ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സഫ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ആദ്യം തന്നെ ഫസ്മിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ ഫസ്മിനെ കുറച്ച് തിരക്കിലായിരുന്നു. പിന്നീട് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനെ ഫസ്മിനെ തിരിച്ച് തന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിച്ചു. മെഹനാസ് ഫസ്മിനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ മെഹനാസ് ആണെങ്കിലും സഫ ആണെങ്കിലും പറയുന്ന കാര്യങ്ങൾ കുടിച്ച വെള്ളത്തിൽ നമ്പാൻ കൊള്ളൂല. ഓക്കെ, പിന്നീട് ഈ പറയുന്ന സഫാന പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഈ മെഹനാസ് കയ്യിലൊക്കെ കടിച്ചൻ്റെ അങ്ങനെ കുറച്ച് സീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് സംസാരിക്കും. എന്നാണെങ്കിൽ ആദ്യം തന്നെ സഫ ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ കുറച്ച് റൂമറൊക്കെ കേട്ടായിരുന്നു, ഞാൻ ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഗൈസ്, ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെയുണ്ട്. എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം, ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെയുണ്ട്. എൻ്റെ കുട്ടി ഉറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ റൂമറൊന്നും സത്യമല്ല. ഓക്കെ, അല്ലപ്പോൾ ഓടി എന്ന് പറഞ്ഞിട്ട് ഓടിയില്ലേ, ഒളിച്ചോടിയില്ലേ? പിന്നെ ഈ റൂമർ എന്ന് പറഞ്ഞ സാധനം അടിച്ചിറക്കിയേക്കുന്ന വേറെ ആരും അല്ല, നിങ്ങളുടെ സ്വന്തം പുയ്യാപ്പിള തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്കകത്തൂടെ ഗൈസ് എൻ്റെ ഭാര്യ സഫ ലല്ലുംബിയുടെ ഒപ്പം ഒളിച്ചോടി പോയി സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ടേക്കുന്നത് നിങ്ങളുടെ സ്വന്തം പുയ്യാപ്പിള തന്നെയാണ്. അതുകൂടെ നിങ്ങൾ ആലോചിക്കണം. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഇപ്പം സഫയ്ക്കാണെങ്കിലും മെഹനാസിനാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വീഡിയോ ഇടുന്നത് വ്യൂവർഷിപ്പിന് റീച്ചിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്, അല്ലാതെ ആർക്കും പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേ ഇവർക്ക് ലൈഫിൽ നമുക്കൊരു മോശം അനുഭവം അല്ലെങ്കിൽ ഒരു ദുരന്തം അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിന് അതിനെ എങ്ങനെയാണ് ഇവർക്ക് ആ ഒരു സമയത്ത് തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ലേ. ഇപ്പോൾ റിഫ എന്ന് പറയുന്ന ആ ഒരു ലേഡി മരണപ്പെട്ട ടൈമിൽ പോലും ലൈവ് ഇട്ടുകൊണ്ട് ആൾക്കാരെ അറിയിക്കാനൊക്കെ ഉള്ള മഹാമനസ്കത കാണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മെഹനാസ്. ഇതേ വ്യക്തി തന്നെയാണ് കഴിഞ്ഞ ദിവസം തൻ്റെ ഭാര്യ ഇതുപോലെ ഒളിച്ചോടി പോയേ, അപ്പം കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് വരണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ഹൃദയം തരണേ, കൂട്ടിത്തരണേ, അല്ല കൂടെ കൂടണേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തൊട്ട് പുറകെ തന്നെ ഈ സഫ ഈ ഒരു വീഡിയോ ഇട്ട് 1 മില്യൺ വ്യൂവർഷിപ്പ് കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നേരെ ഒരു സ്റ്റോറി ഇത് തന്നെ എടുത്തിട്ടുണ്ട്, 1 മില്യൺ വ്യൂസ് വിത്തിൻ 1 ഡേ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ നിങ്ങളുടെ സ്വന്തം ഭർത്താവ് നിങ്ങൾ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇട്ട് നിങ്ങൾ തിരിച്ച് മറുപടി പറഞ്ഞേക്കുന്ന ഒരു സാധനമാണ്. അതിന് ഇത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ്. പിന്നെ ഈ മെഹനാസിനെ അടുത്ത് അല്ലെങ്കിൽ മെഹനാസ് ഫസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് ഒളിച്ചോടിയതിൻ്റെ ഒരു സംഭവം അല്ല, ഒളിച്ച് എത്തിയതിൻ്റെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളതാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം മെഹനാസ് ഇട്ടേക്കുന്ന ആ ഒരു സ്റ്റോറിക്കകത്തൊരു സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോ നീ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, മൈര ഇനിയും നീ ആരുടെയൊക്കെ ജീവിതം നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ലല്ലുംബിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ലല്ലുംബി ഇതിനകത്ത് ഇട്ടേക്കുന്ന ഒരു ടീഷർട്ട് ഉണ്ടല്ലേ, ഇതേ ടീഷർട്ട് എവിടെയോ ഏതോ ഒരു അയയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ വിരിച്ചിട്ടേക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതെവിടെയാ എന്താണെന്നൊന്നും നമുക്കറിയൂല്ലേ. എന്താണെങ്കിലും സഫ ഇട്ടേക്കുന്ന അടുത്ത ഒരു വീഡിയോ കൊണ്ട് നമുക്ക് അതോടൊന്ന് കാണാം. ഹേ ഗായ്സ്, അപ്പോൾ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ന്യൂസൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഞാനപ്പോൾ ഓൾറെഡി റിപ്ലൈ കൊടുത്ത് ഒളിച്ചോടിയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ റൂമർ നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത ഒരു വിഷയമല്ല. എനിക്കാകെ പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വീഡിയോ കോൾ ചെയ്ത് മോശമായിട്ട് ഇതാക്കിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. ഒരാളൊരു വീഡിയോ കോളിൻ്റെ ഫോട്ടോയോ എന്തെങ്കിലും ഒന്ന് ഇട്ടെങ്കിൽ നല്ലതായിരിക്കും കുറച്ച്. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ ഞാൻ ഒളിച്ചോടി എന്നുള്ള രീതിക്കായി, ഞാൻ പ്രൊമോഷന് പോയി ഒളിച്ചോടി എന്നുള്ള രീതിക്കായി. ഈ പറയുന്നവർ വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ ഞാൻ ഒളിച്ചോടിയ പോലെ ആക്കുന്നുണ്ടോ? ഈ പറഞ്ഞവരെന്ന് പറഞ്ഞ ഈ മെഹനാസിന്റെ കാര്യമാണ്. അപ്പോൾ ഈ മെഹനാസിനെ പറ്റിയിട്ട് തന്നെ സഫ പറഞ്ഞേക്കുന്ന ഒരു കാര്യം നമ്മുടെ ഖാദർ കരിപ്പൊടി ഒരു വോയിസ് പുറത്തുവിട്ടുണ്ടായിരുന്നു, നമുക്ക് അതുകൊണ്ട് കേൾക്കാം. ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് 2 ഇയർ ആവുന്നു. ഇതുവരെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട്, ഇതുവരെ ഞാനൊരു ചെക്കന് മെസ്സേജ് ഇട്ടില്ല. പക്ഷെ മാനുമില്ലേ എത്ര പേർക്ക് മെസ്സേജ് എന്ന് പറയുക. ഞാൻ ഗർഭിണിയായിരിക്കും പോലെ ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്, മാരിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ബുക്കിയിട്ട്. അത്ര ഒന്നുമില്ലല്ലോ. ഈ അടുത്ത് വരെ ഒരു സംഭവം മെൻ്റലി ഞാൻ അത്ര തളർന്ന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഈ മെഹനാസ് എന്ന് പറയുന്നത് നല്ലൊരു മോനാണ്. അതിപ്പോൾ നമുക്ക് മറ്റേ
റിഫ ആ ലേഡി മരണപ്പെട്ട ടൈമിൽ ലൈവ് ഇട്ട് നാട്ടുകാരെ വിളിച്ച് പറഞ്ഞ ആ ഒരു അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് മെഹനാസ് എന്നുള്ളത്. ഇപ്പോഴും അതിന്റെ ചുരുളുകൾ ഇതുവരെ അഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയാണ്. ഇപ്പോൾ മെഹനാസിന് ഓൾറെഡി മറ്റു പലരുമായിട്ട് ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടാണ് വന്ന് സ്റ്റോറിയിൽ വന്നിട്ടിട്ട് ഗൈസ് എൻ്റെ ഭാര്യ മറ്റൊരാളുടെ ഒപ്പം ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം വന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരാളുടെ ഒപ്പം ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ സഫ പിന്നീട് പോയിട്ടുള്ളത് ലല്ലുമ്പിയുടെ ഒപ്പം ആണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധനം ഉള്ളതാണെന്നുണ്ടെങ്കിൽ എന്നുള്ളത് മാത്രമല്ല, ഇവിടെ സഫാനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല, ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു സാധനം. പിന്നെ പറ്റിയിട്ടുള്ള കൂടുതൽ കുറച്ച് കാര്യങ്ങൾ ഫസ്മിനയ്ക്ക് പറയേണ്ടത് ഫസ്മിനെ തന്നെ വീഡിയോയിൽ സംസാരിക്കട്ടെ, ഞാനായിട്ട് അതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ അത്രേ പറയുന്നുള്ളൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മികച്ചൊരു സ്ഥലത്തേക്ക് തന്നെയാണ് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ മെഹനാസ് എന്ന് പറയുന്ന ഒരു കഴിവേറിയാണെങ്കിൽ ലല്ലൂമ്പി എന്ന് പറയുന്ന ഒരു കാട്ട് കഴിവേറിയാണ്. മികച്ചൊരു സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ എത്തപ്പെട്ടിട്ടുള്ളത്. എന്താണെങ്കിലും ബാക്കി കൂടെ കേൾക്കാം. അവരുടെ കൂടെ പോകുന്നുണ്ട്. അതിപ്പോൾ ഞാൻ മാനുവിന് മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്, വേറെ ഒരാളെയും കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. പിന്നെ അവർക്ക് പിന്നെ നല്ല രീതിക്ക് സംസാരിച്ച് തെളിവുകൾ മറ്റുള്ളവരെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാൻ അറിയുന്നതുകൊണ്ട് ഇതാക്കാം. എനിക്കിങ്ങനെ പിന്നെ മറ്റുള്ളവരെ കൊണ്ട് എടാ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച് എനിക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് വേണം അങ്ങനെയൊന്നും ഞാൻ ആരെ കൊണ്ട് അയപ്പിക്കാറില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇങ്ങനെ ആരടുത്തും വീഡിയോ കോൾ ഇരുന്നിട്ടൊന്നുമില്ല. എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എനിക്കങ്ങനെ പോകണമെന്ന് തോന്നിയിട്ടില്ല. പോകണമെങ്കിൽ പണ്ടേ പോയായിരുന്നു. ഇത് ഫസ്മിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്മിനെ കഴിഞ്ഞ ഇട്ടേക്കുന്ന ആ ഒരു സ്റ്റോറിക്ക് അത് പറയുന്നുണ്ടല്ലോ, തൻ്റെ ആ ഒരു സുഹൃത്ത് സഫ നല്ലൊരു സമ്മാനം തന്നെയാണ് വാലന്റൈൻസ് ഡേ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്നേക്കിൻ്റെ പരിപാടി കാണിച്ചെന്നുള്ള രീതിയിൽ. അതിനുശേഷം സഫയ്ക്ക് മറ്റൊരാൾ അയച്ചേക്കുന്ന മെസ്സേജ് 2 സ്ക്രീൻഷോട്ട് എടുത്ത് 2 സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്ക് ഇങ്ങോട്ട് വായിക്കാം. ഇപ്പോൾ എല്ലാവരോടും തൻ്റെ കാര്യമാണ് ചോദിക്കണേ അവള്, അത് പറഞ്ഞതാ ഞാൻ. ഓ അങ്ങനെ ആരോട് ചോദിക്കണേ, നിങ്ങൾ അഫെയർ ആക്കി എന്നൊക്കെ പറഞ്ഞ് നടക്കാവൾ, അവൾ ഫുൾ ടൈം പബ്ബിലാണ്. എന്നിട്ടാ പബ്ബിൽ അഴിഞ്ഞാടി നടക്കുന്നവളെ കെട്ടിയവനിട്ടിട്ട് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, ലല്ലു രക്ഷപ്പെട്ടത്. ഗൈസ്, ഇതിനകത്തുള്ള കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലല്ലു രക്ഷപ്പെട്ടു എന്നൊരു സാധനം സഫ ഇവിടെ പറയുന്നുണ്ടല്ലോ. ഇതേ സഫ തന്നെ മുമ്പ് ലല്ലൂമ്പി ഇതുപോലെ ഫസ്മിനെ ഇതുപോലെ നല്ല രീതിയിൽ മൂഞ്ചിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അതായത് മിസ്രിയുടെ ഒപ്പം പോയി അങ്ങനത്തെ ആ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ഫസ്മിനയ്ക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്ത് എടി നീ സമാധാനത്തെ എഴുതി എല്ലാം ഓക്കെ ആവുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷനൊക്കെ കൊടുത്തേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ സഫ. ഇതേ സഫയാണ് ഇപ്പോൾ വന്ന് പറയുന്നത് ലല്ലൂമ്പി രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ അങ്ങനൊരു സാധനം വന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലല്ലൂമ്പിനെ സഫയ്ക്ക് അടിപൊളിയായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ നോ കമൻറ്റ്സ്. എനിക്ക് പക്ഷേ ലല്ലൂമ്പിൻ്റെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്, എപ്പിട്രാ നിനക്കിത് എങ്ങനെയിടാ പറ്റണേ? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇങ്ങനെ ആധുനിക ഫ്ലർട്ടിങ്ങിൻ്റെ 10 പ്രബന്ധങ്ങളിൽ അതിൽ 2 ലല്ലൂമ്പിയുടെ പേരിലാണ്. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ചിലപ്പോൾ ലല്ലൂമ്പി സഞ്ചരിച്ചെന്ന് വരും. ഒരു ഭ്രാന്തനെ പോലെ. എൻ്റെ പൊന്നേ, ഹായിടാ ഫസ്മിനെ നിന്നെപ്പറ്റി ഓരോന്ന് പറഞ്ഞ് നടപ്പുണ്ട്. അവളിപ്പോൾ ഗോവയില, എന്നിട്ടും ഓരോന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അവളെ പറ്റി അറിയണമെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ ആടോന്ന് പറഞ്ഞിട്ട് ഗോവയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സാധനം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇത് ഫസ്മിനയുടെ സെക്കൻഡ് അക്കൗണ്ട് ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സെക്കൻഡ് അക്കൗണ്ട് ഇതുപോലെ ഗോവ എന്നുള്ളൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്മിന് തന്നെ അവിടെ തന്നെ മറ്റൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. സഫ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായി, ഐ ആം ഇൻ ഗോവ, ഡ്രഗ്സ് ഒക്കെ യൂസ് ആക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊച്ചിയിലാണുള്ളത്, ഗോവ പോയത് ന്യൂ ഇയറിനാണ്, ആ സ്റ്റോറി റീപോസ്റ്റ് ആക്കി എന്നേ ഉള്ളു, എനിക്ക് ലൊക്കേഷൻ മാറ്റി ഇടേണ്ട കാര്യമില്ല, ഞാൻ ആരുടെയും കൂടെ ഒളിച്ചോടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ഫസ്മിനെ പിന്നീട് ഇട്ടിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ഉണ്ട്, അതുകൂടെ ഒന്ന് കാണാം. ഫെബ്രുവരി 16, 2026. കഴിഞ്ഞ വർഷം ഇതേ സമയം എന്റെ നിക്കാഹ് നടന്ന ദിവസമാണിത്. ആൻഡ് ഈ വർഷം ഞാൻ കാണുന്നത് മുൻ ഭർത്താവ് ഒളിച്ചോടി എന്നാണ്. അപ്പോ 1 വർഷം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മാറുന്നതെന്ന് ആലോചിച്ചിട്ട് എന്തൊക്കെയോ തോന്നി. ആൻഡ് ഐ ഫെൽറ്റ് റിയലി സാഡ് ഫോർ മൈസെൽഫ്. ഒരാള് ജീവിതകാലം മൊത്തം അനുഭവിക്കേണ്ടത് 1 വർഷം കൊണ്ട് അനുഭവിച്ചു തീർത്തു. ആൻഡ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം എൻ്റെ ഉപ്പാക്ക് അവൻ കൈ കൊടുത്തത് എൻ്റെ തലയിലോട്ട് പെട്ടെന്ന് ഓർമ്മ വന്നു. ആൻഡ് യാ, ഇൻഷാല്ലാ എല്ലാം ഒരു ദിവസം ശരിയാവും. ഇതിന്റെ അപ്പുറം നമ്മൾ സഹിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും ഇതാക്കും. എൻ്റെ അടുത്ത് ഓക്കെ ആണെന്ന് ചോദിക്കുന്നവരോടാണ് എനിക്ക് പറയാൻ ഐ ആം വെരി ഫൈൻ, ബിക്കോസ് ഇതിന്റെ അപ്പുറം ഞാൻ സഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും എനിക്ക് ഒന്നും അല്ലെന്നല്ല, വിഷമമുണ്ട്. ബിക്കോസ് എൻ്റെ കൂട്ടുകാരിയായിരുന്നു, അവൾക്കെല്ലാം അറിയായിരുന്നു. അപ്പം ആരെ ആ ലോകത്ത് വിശ്വസിക്കാന്ന് തോന്നിപ്പോയി. അപ്പൊ ഞാൻ ഇന്നലെ ഇട്ട റീൽസിന്റെ താഴെ എനിക്ക് കുറെ മെസ്സേജ് വന്നു, കൂട്ടുകാരി പറ്റിച്ചതിൽ സങ്കടമുണ്ട്. ഞാൻ BGM ഇട്ടിട്ടൊക്കെ വീഡിയോസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ
എൻ്റെ പേഴ്സണലി അത്രയും അടുത്ത ഫ്രണ്ടൊന്നും അല്ല. കഥ എന്താണെന്ന് ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അപ്പം നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. ബട്ട് ദെൻ ഫ്രണ്ട് ആയിരുന്നു, എല്ലാം അറിയായിരുന്നു എന്നുള്ള സംഭവമുള്ളൂ. അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. എൻ്റെ തലേന്ന് ഞാൻ ആ സാധനം എടുത്തു വെച്ചിട്ട് ഞാൻ കൂട്ടുകാരിയുടെ കുറച്ച് കുൽസിതങ്ങൾ പറയാൻ പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരി ഉടനെ ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സൈബർ സെല്ലിൽ വിളിച്ച് പറയും, അയ്യോ ഫസ്മിന സാക്കിർ എന്നെ ഭീഷണിപ്പെടുത്തും, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നും. അങ്ങനെ സൈബറിൽ നിന്ന് എനിക്ക് ഇഷ്ടംപോലെ കോൾ വന്നായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ ഇസ് എ പ്ലാറ്റ്ഫോം വെയർ യു ക്യാൻ ഡിസ്കസ് തിങ്സ്. നമുക്കുള്ള കാര്യം ഉള്ളതുപോലെ സംസാരിക്കാം എന്നൊരു സംഭവമല്ലേ. അപ്പം എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചോളൂ, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ സഫയും ലല്ലുവും റെഡി ആയിരിക്കണം. ഞാൻ ഇടുന്ന കാര്യങ്ങൾ കാണാനും നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യണം. പിന്നെ ഇപ്പോഴും സഫ ഉത്തരം തന്നിട്ടില്ല, എങ്ങനെ ലല്ലുവിൻ്റെ ലൈവിൽ സഫ വന്നെന്ന്, സഫയുടെ കുട്ടി എങ്ങനെ ലൈവിൽ വന്നു, സഫ എങ്ങനെ വന്നു, ലൈവ് എന്തിനു മ്യൂട്ട് ചെയ്തു, ഇതിനൊന്നും സഫയ്ക്ക് ഉത്തരവില്ല. ആ കമൻറ്റ് വന്ന സഫ അപ്പതേ വാനിഷാണ്, സഫ വാനിഷ് മോഡിലോട്ട് പോകും. അപ്പം ഞാൻ ഇടുന്ന വീഡിയോയ്ക്കും സഫയ്ക്ക് ഉത്തരം ഉണ്ടാവണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഈ വീഡിയോയുടെ പിന്നാലെ സൈബർ സെല്ലിൻ്റെ കോൾ വന്നാലും പരാതി വന്നാലും കേസ് വന്നാലും നമുക്ക് അത് അതിൻ്റെ വഴിയിൽ നോക്കാം. ബിക്കോസ് ഐ എം നോട്ട് ഗോണ സ്റ്റോപ്പ് ഹിയർ. ഇതിൻ്റെ അന്ത്യാഭിലാഷം കണ്ടിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ എന്ന് പബ്ബിലൂടെ കറങ്ങി നടക്കുന്ന ഫസ്മിന സാക്കിർ. അതല്ലേ സഫ പറയുന്നത്? ഞാൻ പബ്ബിലൂടെ അല്ലേ നടന്നത്, കണ്ടവൻ്റെ ഭർത്താവിൻ്റെ കൂടെ വേറെ ഒരാളുടെ കുട്ടിയായിട്ട് നടന്നിട്ടൊന്നുമില്ലല്ലോ. സോ ചിൽ ബ്രോ, ചിൽ മാഡു. എല്ലാം അറിയുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു സഫ. നിങ്ങൾ ആലോചിക്കണം. എന്നാലും ലല്ലുമ്പി നീ സമ്മതിച്ചു, നീ ഒരു കാട്ടു കഴിവേറിയാണ്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി അതിനുശേഷം ഈ മെഹനാസിൻ്റെ കാര്യം നമ്മൾ അങ്ങനെ വിട്ട് കളയാൻ പാടില്ല. ഈ മെഹനാസിനെ പറ്റിയിട്ട് ഖാദർ കരിപ്പടി പറഞ്ഞിരുന്ന കാര്യം ഉണ്ടായിരുന്നു, സഫ വിളിച്ച് സംസാരിച്ചതിനെ പറ്റിയിട്ട്. നമുക്ക് അതുകൂടെ കേൾക്കാം. ഇന്നലെ ഇവന്റെ ഒരു വീഡിയോയിൽ സഫ ഒളിച്ചോടി പോയി എന്ന് ഇവൻ പറഞ്ഞു. അത് ഇവൻ തന്നെയാണ് ഇവന്റെ വീഡിയോയിലൂടെ പറഞ്ഞത്. എന്നാൽ ആ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം സഫ എന്നെ ബന്ധപ്പെട്ടു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഹനാസും സഫയും ഒന്ന് തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ സഫ എൻ്റെ പേഴ്സണലിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളിൽ എനിക്ക് ചിലത് വിശ്വസിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ന് വിചാരിച്ച് ഞാൻ സഫക്ക് 100% അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയല്ല. ഞാൻ ആരെയും വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷേ സഫ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സഫ എന്നോട് പറഞ്ഞ എനിക്ക് അയച്ച ഓരോ മെസ്സേജും ഉണ്ട്. പക്ഷേ ഞാൻ എല്ലാ മെസ്സേജും കാണിക്കുന്നില്ല. അതൊരു പ്രൈവസിയുടെ ഭാഗമായതുകൊണ്ട് എല്ലാ മെസ്സേജും കാണിക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ ഇന്നിപ്പോൾ പുറത്തു വിടാൻ പോവുകയാണ്. ചില കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പുറത്തു വിടാം, സമ്മതത്തോടു കൂടിയിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഫ മെഹനാസിനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ്. സഫ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മെഹനാസിന് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ അതന്വേഷിച്ച് ഞാൻ ബാംഗ്ലൂർ വരെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് സഫ പറയുന്നത്. ഇതേ സംഭവം ചിലപ്പോൾ റിഫയുടെ കേസിലും ഉണ്ടായിട്ടുണ്ടാകില്ലേ? റിഫയും ഇതേപോലെ മെഹനാസിന്റെ ഒരുപാട് ബന്ധങ്ങൾ ചിലപ്പോൾ കണ്ടു കാണില്ലേ? ആ ബന്ധങ്ങൾ കണ്ട് അവൾ തകർന്നു പോയി കാണില്ലേ? അവസാനം അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് റിഫ വന്നപ്പോൾ റിഫയെ ഇവൻ ക്രൂരമായി ആക്രമിച്ചിട്ടുണ്ടാകില്ല. സഫയുടെ കൈ. സഫ ചിലപ്പോൾ നാളുകളിൽ അല്ല എന്ന് പറയുമായിരിക്കാം, എനിക്കറിയില്ല. ഇവരെ ആരും എനിക്ക് വിശ്വാസമില്ല. പക്ഷെ ഇവർ അയച്ചു തന്നതിൻ്റെ എല്ലാ എവിഡൻസും ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സഫയോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞത് വിശ്വസിക്കാം എന്നുള്ളതാണ്. പക്ഷെ എങ്കിലും ഞാൻ ആ വിശ്വാസത്തിൻ്റെ സാധ്യതയിൽ 1% കുറച്ച് തന്നെ പറയട്ടെ. നാളുകളിൽ ആരെങ്കിലുമൊക്കെ ഇവരൊക്കെ മാറിയേക്കാം. പക്ഷേ ഈ കൈ ഇവൻ കടിച്ചുണ്ടാക്കിയതാണ് എന്ന് സഫ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ റിഫയെ ഇവൻ ചെയ്തിട്ടുണ്ടാകില്ലേ? കാലം കുറേ കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. പലപ്പോഴും പല ആളുകൾക്ക് ചിലപ്പോൾ തോന്നിക്കാണാം, എന്ത് റിഫ, എന്ത് സഫ എന്നുള്ളതൊക്കെ. പക്ഷെ അങ്ങനെയല്ല. റിഫയെ പോലെ നാളെ നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടായേക്കാം. നിങ്ങളുടെ കുട്ടിക്കും നാളെ ഇതുപോലെ സംഭവിച്ചേക്കാം, ഇതുപോലെയുള്ള ആളുകളിൽ നിന്ന്. എന്താ ഈ കൈ കടിച്ച് മുറിച്ചെന്ന് പറഞ്ഞ സംഭവം ഞാനത് തംബ്നെയിലിൽ കൊടുത്തേക്കാം, ആ ഒരു ഫോട്ടോ. പിന്നീട് അതിനുശേഷം ഈ സഫ തന്നെയാണെങ്കിൽ പിന്നീട് സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി ഒരു ലൈവ് വരുന്നുണ്ട്, അതും യൂട്യൂബിലാണ്. ഇവർക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും ഈ മെഹനാസിൻ്റെ ഒപ്പം പിന്നീട് മാറിയിട്ട് നേരെ പറയുന്ന ലല്ലൂമ്പി, അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പം അവനെ കുറച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ലല്ലൂമ്പി ആണെങ്കിൽ മെഹനാസ് ആണെങ്കിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. അപ്പം അങ്ങനെയുള്ളപ്പം ഇങ്ങനൊരു വ്യക്തിയോടൊപ്പം വിട്ടിട്ട് ലല്ലൂമ്പി നല്ല രീതിയിൽ തോന്നി അങ്ങനെയൊക്കെ ഒരു സ്റ്റോറി ഇടാന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഒന്നും പറയാനില്ല. ഇനി ഈ വിഷയങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ലൈവിലകത്തൂടെ വന്ന് സംസാരിക്കും എന്നുള്ള കാര്യങ്ങൾ അതും സഫ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ലൈവ് ഇൻസ്റ്റാഗ്രാമിലല്ല, അതും യൂട്യൂബിൽ തന്നെയാണ്. എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. എന്നാണെങ്കിലും ഇത്ര കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.